ഹായ് ഫ്രണ്ട്സ്, മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ ബാലേട്ടൻ കുടിച്ച് ഫിറ്റായിട്ടാണ് വരുന്നത്. ഫിറ്റായിട്ട് വരുമ്പോൾ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ചെന്ന് വാതിലൊക്കെ തുറന്ന് കൊടുക്കും. അപ്പോൾ വാതിൽ തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ കൃഷ്ണയ്ക്ക് മനസ്സിലാകും അച്ഛന് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ കൃഷ്ണ ചോദിക്കും, അച്ഛൻ എന്തിനാ അച്ഛ കുടിച്ചത്? അല്ലീന ചേച്ചിയോട് ഉണ്ടായിരുന്ന അച്ഛൻ കുടിക്കുമായിരുന്നു, അച്ഛൻ എന്തിനാ ഇപ്പോൾ കുടിച്ചത്? അച്ഛന് വയ്യാത്തയാണെന്നറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, എനിക്കൊരു കുഴപ്പവും മോളെ. അച്ഛൻ കഴിച്ചോ? ആ കഴിച്ചു. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് വരെ പറയുന്നുണ്ട്, നമ്മൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ കഴിച്ചു. കൃഷ്ണ പറയും, എന്നാൽ അച്ഛൻ വാ, അച്ഛനെ പിടിച്ചുകൊണ്ട് വരും, ഞാൻ കൊണ്ടുവിടാം, ഞാൻ റൂമിൽ കൊണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് വരും. അന്നേരം പറയും, വേണ്ട, എന്നെ പിടിക്കുമൊന്നും വേണ്ട മോളെ, എന്നെ പിടിക്കുമൊന്നും വേണ്ട മോളെ, എനിക്കൊരു കുഴപ്പവും എന്ന് പറഞ്ഞ് മുകളിലോട്ട് പിടിച്ചുകൊണ്ട് കൃഷ്ണ മുകളിലോട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മുടെ വൈജാമാടം ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുക. അപ്പോൾ വൈജാമാടം പറയും, ഇതുപോലെ പണ്ടൊന്ന് കുടിച്ച് കൂത്താടിയതിൻ്റെയാണ് ICU പോയി കിടന്നത്. അപ്പോൾ ഇതുപോലെ കുടിച്ചിനിയും കൂത്താടുവാണെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ICU ബുക്ക് ചെയ്തേക്കാന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ അന്ന് സ്റ്റെയർ കയറ്റി ഇറങ്ങി വരും. അപ്പോൾ കൃഷ്ണ പറയും, അച്ഛൻ പോയി കിടക്കുമൊന്നും സംസാരിക്കണ്ട. അന്നേരം പറയും, അല്ല മോളെ, ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജയുടെ അരികെ വരും. എന്നിട്ട് പറയും, ഞാൻ കുടിച്ച് ICU പോയി, നീ പാതിരാത്രിക്ക് ആരോടും പറയാതെ ഇറങ്ങിപ്പോയില്ലേ, നീ വണ്ടി ഇടിച്ച് തവള കിടക്കുന്ന പോലെ കിടന്നില്ലേ ICUയിൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ICUയിൽ കിടന്നു. ഞാൻ ഇനി ICU കിടക്കുമെന്ന് നീ വിചാരിക്കണ്ട, ഇനി ഞാൻ ഒരിക്കലും ICU കിടക്കത്തില്ല. ഞാൻ പോകുമ്പോൾ ഒരു പോക്കങ്ങ് പോകും, പിന്നെ ഇങ്ങോട്ട് വരുത്തതേ ഇല്ല. ആ രീതിയിലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയും. വീണ്ടും പറയാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കൃഷ്ണ വിളിച്ചുകൊണ്ട് പോകും. കൃഷ്ണ പിന്നെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകും. പിടിച്ച് റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ബാലേട്ടൻ പറയും, മോളെ നീ എന്നെ പിടിക്കണ്ട, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ കണ്ടോ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പിടിക്കാതെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്തിട്ട് പറയും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് കൃഷ്ണ പറയും, അച്ഛൻ വെയിലും വാ എന്ന്, ഞാൻ റൂമിൽ കൊണ്ട് കിടത്താം എന്നും പറഞ്ഞുകൊണ്ട് റൂമിൽ കൊണ്ടുപോകും. റൂമിൽ ചെന്ന് കഴിയുമ്പം പറയും, എല്ലാവരും അറിഞ്ഞ രഹസ്യം, എന്നാൽ അറിയേണ്ട ആൾ മാത്രം ആ രഹസ്യം അറിഞ്ഞില്ല. ഞാൻ മാത്രമേ എന്തിനാ മോളെ ഇതിങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്? ഈ ബോംബ് നമുക്ക് പൊട്ടിച്ചാലോ? ഇപ്പം തന്നെ ഈ ബോംബ് പൊട്ടിച്ചാലോ? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ കൃഷ്ണമോള് പറയും, അച്ഛൻ കിടന്നുറങ്ങും, എന്നിട്ട് കട്ടിലെ പിടിച്ച് കിടത്തും. പലയിടം പിന്നെ അങ്ങ് ഉറങ്ങും. പിന്നീട് കൊട്ടാരമറ്റത്തിൽ സ്റ്റാലി ആണെങ്കിൽ ഫുഡ് കഴിക്കാനെ കൊണ്ട് ഇരിക്കുമ്പം അവരെ കുട്ടി ചായനും വരും അങ്ങോട്ട്. അപ്പോൾ അച്ഛനോട് പറയും, ചായ കൈ കഴുകുന്നില്ലേ? ഞാൻ പറയും, എനിക്ക് വേണ്ട, ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുക, എന്താ? ഞാനും ഉപവാസം എടുക്കുക, ഞാൻ അലീനയുടെ കൂടെ ഞാനും ഉപവാസം എടുക്കുക. ഞാൻ പറയും, ഉപവാസം എടുത്തിട്ട് എന്നെ തോൽപ്പിക്കാനാണോ? 2 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അന്നേരം അറിയാം പൊങ്ങാൻ വയ്യാത്ത രീതിയിൽ എന്ന് സ്റ്റാൻലി പറയും. അന്നേരം പറയും, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ ഉപവാസം എടുക്കുക, ഞാൻ ചിന്നമ്മയുടെ കൂടെ തന്നെ കൂടി ഉപവാസം എടുക്കുക എന്ന് പറയും. എടുത്തു. അപ്പോൾ സ്റ്റാൻലി പറയും, അപ്പച്ചൻ ഒരു കാര്യം ചെയ്യുക, അപ്പച്ചൻ ഇന്ന് തന്നെ പുനലൂർക്ക് പോയിക്കോ, അവിടെ കുറേ പണികളൊക്കെ ഇല്ലേ, അവിടെ ജോലിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും എന്ന് പറയും. അപ്പോൾ എനിക്ക് ഇപ്പോൾ പോകാൻ സൗകര്യമില്ല, ഞാൻ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ ചിന്നമ്മയുടെ കൂടെ കൂടി ഞാനും ഉപവാസം നടത്തുകയാണ്. ഞാൻ ചിന്നമ്മ എന്തിനു നിൽക്കുക, അതിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്, നീ ഞങ്ങളെ ഒന്ന് തോൽപ്പിക്കാൻ നോക്കടാ എന്ന് പറയും. എന്നിട്ട് പറയും, എടാ നീ ഇങ്ങനെ ഇരിക്കുന്നറിയാം, നീ എൻ്റെ മടിയിലിരുന്ന് അപ്പിയിടുകയും മൂത്രം ഒഴിക്കുകയും ചെയ്തിട്ട് വളർന്നവനാണ് നീ, കേട്ടോ, എന്നെ പഠിപ്പിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് സ്റ്റാൻലിയോട് ഷൗട്ട് ചെയ്തിട്ട് അപ്പച്ചനങ്ങ് പോകും. അത് കഴിഞ്ഞ് സ്റ്റാൻലി ആണെങ്കിൽ ഫുഡ് കഴിക്കാതെ ചാടി എഴുന്നേറ്റ് സ്റ്റാൻലി അങ്ങ് പോകും. നമ്മുടെ കടപ്പാട്ടൂരാണെങ്കിൽ വൈജാമാടം രാവിലെ ഫുഡ് ഉണ്ടാക്കുക. രാവിലെ ഫുഡ് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കരിയുന്ന, പിന്നെ വയ്യ, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളെ സർവൻ്റ് അങ്ങ് പോയി, 3-4 ദിവസമായി സർവൻ്റ് പോയി, പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന്. അപ്പോൾ പറയും, ഒരെണ്ണം എന്നെ ഇന്ന് സഹായിക്കാനില്ല, എനിക്ക് മടുത്ത്, ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ആരും കഴിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കിച്ചണിൽ കുറേ സമയമൊക്കെ ഇരുന്നിട്ട് പിന്നീട് ഇറങ്ങി വരും. ഹാളിലാണെങ്കിൽ ബബിതയും കൃഷ്ണയും ഇരിപ്പുണ്ട് TV കണ്ടുകൊണ്ട്. അപ്പോൾ പിള്ളേരോട് വന്ന് ദേഷ്യപ്പെടും. എന്നിട്ട് പറയും, നിനക്കൊക്കെ കണ്ണി ചോരയില്ലാത്ത പോലെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ എടുക്കും, ഒരു 3-4-5 ദിവസം കൊണ്ട് ഞാനായി ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ സുനിത ഇവിടെ ഇല്ല, അവളെ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നുമില്ല. ഇതൊക്കെ നിനക്കൊക്കെ അറിയാമല്ലോ, എന്നിട്ട് നീയൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ?
എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, ആരോടാ പറയുന്നത്? അമ്മ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കൂടെ എല്ലാ ജോലിയും ഇവിടുത്തെ ചെയ്തുകൊണ്ടിരുന്നില്ലേ? അപ്പോൾ അമ്മ സെർവൻറ്റിനെ കൊണ്ടുവന്നില്ലേ? അവരും പോയോ? ആ, ഇനി സെർവൻറ്റ് വരുമ്പോഴേ അവരെ കൊണ്ട് എഗ്രിമെൻറ്റ് ചെയ്യിപ്പിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ അവർ ഇട്ടിട്ട് പോകാമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമല്ലോ എന്ന് പറയും. അന്നേരം ബൈജ പറയും, നിനക്കൊന്നും കണ്ണി ചോരയില്ലേ? ഒരു മനസ്സാക്ഷി വേണ്ടേ? എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് സഹായിച്ചു തന്നൂടെ? എനിക്ക് ഇവിടുത്തെ ജോലി ചെയ്യണം, ഓഫീസിലെ ജോലി ചെയ്യണം, എനിക്ക് നിൽക്കാൻ വയ്യ, എൻ്റെ എല്ലുകളൊക്കെ ഒടിഞ്ഞ് ട്ട് ഞാൻ റെസ്റ്റ് എടുക്കേണ്ട സമയമില്ലേ ഇത് എന്ന് ചോദിക്കും. ഒന്ന് മനസ്സാക്ഷിയില്ലേ എന്ന് ചോദിക്കും. അന്നേരം പറയും, ഈ മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനമേ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ കൊച്ചുങ്ങളുടെ മനസ്സിലേക്ക് നിറച്ചു കൊടുക്കേണ്ട സാധനമാണ്. അന്നേരേ അത് ആവശ്യമുള്ളപ്പോൾ കിട്ടത്തുള്ളൂ എന്ന് പറയും. എന്നിട്ട് 2 പേരും കൂടെ ഇവിടെ ഇരുന്ന് ടി വിയും കണ്ടിട്ടെ കുറച്ച് കഴിഞ്ഞ് ഊൺമേശയിലോട്ട് വന്നാട്ടെ, ഞാൻ അമ്മിക്കല്ലെടുത്ത് പുഴുങ്ങി വെച്ചേക്കാൻ 2 പേർക്ക് എന്ന് പറയും. പിന്നെ പറയും, ഇനി ഞങ്ങൾ കിച്ചണിലോട്ട് വന്നാലും ഞങ്ങളൊന്നും ചെയ്യത്തില്ല, ഞങ്ങളവിടെ നോക്കി നിൽക്കത്തേ ഉള്ളൂ എന്ന് പറയും. വൈജി എന്തൊക്കെ പറഞ്ഞിട്ടും പിള്ളേർ കിച്ചണിൽ കയറുന്നതേ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമേ അടുത്ത ദിവസം വരെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.